നമസ്കാരം. സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഇംപാക്ട് പ്ലെയറായെത്തി വിഘ്നേഷിന്റെ IPL-ലെ സ്വപ്ന തുല്യമായ അരങ്ങേറ്റം. ചെപ്പോക്കിൽ കയറി ചെന്നൈയെ വിഘ്നേഷ് വിറപ്പിച്ചു. IPL 18 സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോ അഫ്ഗാൻ ഇടംകൈ മിസ്ട്രി റിസ് സ്പിന്നർ നൂർ അഹമ്മദിലൂടെയായിരുന്നു മുംബൈക്കെതിരായ ചെന്നൈ ആക്രമണം. നൂർ അഹമ്മദിന്റെ ഗുഗ്ലിയിൽ വീണത് 4 മുംബൈ താരങ്ങൾ. എന്നാൽ ചെപ്പോക്കിൽ അതേ നാണയത്തിലാണ് മുംബൈ തിരിച്ചടിച്ചത്. മുംബൈയുടെ ആവനാഴിയിലും ഉണ്ടായിരുന്നു ഒരു ഇടംകൈ മിസ്ട്രി റിസ് സ്പിന്നർ, മലപ്പുറം പെരിന്തൽമണ്ണക്കാരൻ വിഘ്നേഷ് പുത്തൂർ. ആരാണ് വിഘ്നേഷ് പുത്തൂർ? രോഹിത് ശർമ്മയ്ക്ക് പകരം ഇംപാക്ട് പ്ലെയറായാണ് തങ്ങളുടെ പുത്തൻ ആയുധത്തെ മുംബൈ ചെപ്പോക്കിലേക്ക് ഇറക്കിവിട്ടത്. ഓട്ടോ ഡ്രൈവറായ സുനിൽ കുമാറിന്റെയും ബിന്ദുവിന്റെയും മകൻ. കേരള സീനിയർ ക്രിക്കറ്റ് ടീമിൽ ഇതുവരെ അരങ്ങേറ്റം കുറിച്ചിട്ടില്ലാത്ത താരം. കേരളത്തിനായി അണ്ടർ 14-19 വിഭാഗങ്ങളിൽ കളിച്ചിട്ടുള്ള താരം. അടിസ്ഥാന വിലയായ 30 ലക്ഷം രൂപയ്ക്കാണ് 24-കാരനായ ഈ മലയാളിയെ മുംബൈ ഇന്ത്യൻസ് താരലേലത്തിലൂടെ ടീമിലെത്തിച്ചത്. സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഇംപാക്ട് പ്ലെയറായെത്തി വിഘ്നേഷിന്റെ IPL അരങ്ങേറ്റം. ചെപ്പോക്കിൽ കയറി ചെന്നൈയെ വിഘ്നേഷ് വിറപ്പിച്ചു. ക്യാപ്റ്റൻ ഋതുരാജും രജനും ചേർന്ന് ചെന്നൈ ഇന്നിംഗ്സ് ഭദ്രമായി മുൻപോട്ട് കൊണ്ടുപോകുന്ന സമയം തന്റെ ആദ്യ ഓവറിൽ വിഘ്നേഷ് ഋതുരാജിനെ വീഴ്ത്തി. രണ്ടാമത്തെ ഓവറിൽ അപകടകാരിയായ ശിവം ദുബെയെ മടക്കി. മൂന്നാമത്തെ ഓവറിൽ ദീപക് ഹുഡയെയും വീഴ്ത്തി വിഘ്നേഷ് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുമെന്ന് തോന്നിച്ചു. ഒരു മലയാളി താരത്തിന് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി IPL-ൽ ഇതിലും മികച്ച സ്വപ്ന തുല്യമായ അരങ്ങേറ്റം ലഭിക്കാനുണ്ടോ? കളിയിൽ മുംബൈയെ ജയത്തിലേക്ക് എത്തിക്കാൻ വിഘ്നേഷിന് സാധിച്ചില്ല. എന്നാൽ ഇതിഹാസ താരം MS ധോണി തോളിൽ കൈവച്ച് ചേർത്ത് നിർത്തിയാണ് വിഘ്നേഷിനെ അഭിനന്ദിച്ചത്. വിഘ്നേഷിന്റെ വാക്കുകൾ കേട്ടത്. സഞ്ജു സാംസണിന് ശേഷം മറ്റൊരു കേരള താരത്തിന് ലഭിച്ച സ്വപ്ന തുല്യമായ നിമിഷം കണ്ട് മലയാളികളുടെ ഹൃദയം നിറഞ്ഞു. ആദ്യ നാളുകളിൽ മീഡിയം പേസർ. കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിന്റെ താരമായിരുന്നു വിഘ്നേഷ്. തമിഴ്നാട് പ്രീമിയർ ലീഗിലും വിഘ്നേഷ് കളിച്ചിട്ടുണ്ട്. തന്റെ ആദ്യ നാളുകളിൽ മീഡിയം പേസറായിരുന്നു വിഘ്നേഷ്. പിന്നാലെ പരിശീലകന്റെ നിർദ്ദേശപ്രകാരം ലെഗ് സ്പിൻ പരീക്ഷിക്കുകയായിരുന്നു. ക്രിക്കറ്റ് കരിയറിനായി മലപ്പുറത്ത് നിന്ന് തൃശൂരിലേക്ക് വിഘ്നേഷ് കൂടുമാറി. കേരള കോളേജ് പ്രീമിയർ 2020 ലീഗിൽ സെന്റ് തോമസ് കോളേജിന് വേണ്ടി വിഘ്നേഷ് വിക്കറ്റ് വാരി. ജോളി റോവേഴ്സ് ക്രിക്കറ്റ് ക്ലബിന് വേണ്ടിയുള്ള വിഘ്നേഷിന്റെ സ്ഥിരതയാർന്ന പ്രകടനമാണ് താരത്തെ കേരള ക്രിക്കറ്റ് ലീഗിലേക്ക് എത്തിച്ചത്. അത് വിഘ്നേഷിന്റെ കരിയറിലെ വഴിത്തിരിവായി മാറി. മുംബൈ ഇന്ത്യൻസ് നടത്തിയ ട്രയലിൽ മികവ് കാണിച്ചതോടെ 5 വട്ടം ചാമ്പ്യന്മാരായ ഫ്രാഞ്ചൈസി വിഘ്നേഷിനെ റാഞ്ചി. ഈ വർഷം ആദ്യം ദക്ഷിണാഫ്രിക്കയിലേക്കും പന്തെറിയാനായി വിഘ്നേഷ് പോയിരുന്നു. സൗത്ത് ആഫ്രിക്ക 2020 ലീഗിൽ AMI കേപ്പ് ടൗണിന്റെ നെറ്റ് ബോളറായിരുന്നു വിഘ്നേഷ്. ശ്രീദേവി, iKerala, തിരുവനന്തപുരം.